ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലൊരു വചനമുണ്ട്. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും ഒലിവ് വൃക്ഷം കായ്ക്കുന്നില്ലെങ്കിലും വയലിൽ ധാന്യങ്ങൾ വിളയുന്നില്ലെങ്കിലും ആട്ടിൻപറ്റ മാലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ഈശോയോട് നന്ദി പറയുന്നവരായിരിക്കാം. പക്ഷേ ജീവിതത്തിൽ ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങൾക്കോ പ്രാർത്ഥിച്ച് കിട്ടാത്ത ഉത്തരങ്ങൾക്കോ നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയാറുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നുണ്ടോ? ഒരു വർഷത്തിൽ 365 ദിവസവും നമ്മൾ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നോമ്പ് നോറ്റും നൊവേനയെടുത്തും ജപമാലകൾ ചൊല്ലി നമ്മൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ അത് മാത്രം നമുക്ക് ലഭിക്കുന്നില്ല. ദിവസവും നമ്മൾ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങൾ ചിലപ്പോൾ ആ സഹനത്തിൻ്റെയോ അല്ലെങ്കിൽ ആ പ്രതികൂല സാഹചര്യങ്ങളിലേക്കായിരിക്കാം. പക്ഷെ ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാൻ പറ്റുന്നുണ്ടാവാം. ഈശോയെ ഇത്രയും പ്രാർത്ഥിച്ച് ഞാൻ ആകെ എന്നെ ആ എക്സാം പാസ്സാക്കണമെന്ന് പ്രാർത്ഥിച്ചേക്കുന്നത്, പക്ഷെ അതെനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ മാതാപിതാക്കളുടെ ചില ദുശീലങ്ങൾ മദ്യപാനം മാറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എന്ന് ഞാൻ കാണുന്നത് മാത്രമാണ്. ജീവിതത്തിൽ ദുശീലങ്ങളില്ലാതെ നിന്നെ അറിയുന്ന ഒരു ജീവിത പങ്കാളിയെ തരണമെന്ന് പറഞ്ഞു. ജീവിതത്തിൽ അത് മാത്രം സഹിച്ചത്, അത് മാത്രം നടന്നില്ല. അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ മാറാൻ വേണ്ടി അല്ലെങ്കിൽ മാറിപ്പോണേന്ന് പ്രാർത്ഥിക്കുന്ന ചില ദുശീലങ്ങൾ, അത് മാത്രം ഈശോയെ എന്ന് ഞാൻ കാണുന്നു. അത് മാത്രം പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ല. ഈശോയെ എൻ്റെ തന്നെ ജീവിതത്തിൽ എൻ്റെ മടി, അലസത, എൻ്റെ തഴക്ക് ദോഷങ്ങൾ, ഇതൊന്നും മാറുന്നില്ല. ഞാൻ എത്ര നാളായി ഈശോയെ പ്രാർത്ഥിക്കുന്നു. ഞാൻ പിന്നെയും ഈ പാവത്തിലോട്ട് വീണു പോവുകയാണല്ലോ. അല്ലെങ്കിൽ എൻ്റെ ചില രോഗങ്ങൾ മാത്രം ഈശോ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു മാറ്റവും വരുന്നില്ലല്ലോ. ഇങ്ങനെ മാറാത്ത, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈശോയെ എനിക്കിത് തന്നില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയെ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? പ്രവാചകൻ പറഞ്ഞ പോലെ ജീവിതത്തിൽ എന്ത് നടന്നില്ലെങ്കിലും കർത്താവിൽ ആനന്ദിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം. എസ്പെഷ്യലി ഈ നോമ്പ് കാലത്ത് ഈശോയെ നീ തരാത്ത അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നുണ്ട്. ഈശോയെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് നീ എനിക്ക് ഉത്തരം തന്നിട്ടില്ല, അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നുണ്ട് ഈശോയെ എന്ന് നമുക്ക് പറഞ്ഞു നോക്കിയാലോ? എനിക്ക് തോന്നും ഈശോ അത് ഒരുപാട് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ജീവിതത്തിൽ സന്തോഷങ്ങളും സമ്മാനങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാൻ പറ്റുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചില കാര്യങ്ങൾക്കും ഈശോയെ നീ മാത്രം മതി എനിക്ക്. എൻ്റെ പ്രാർത്ഥനകൾ കേട്ടില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിലും മുന്നോട്ടുള്ള ഒരു കാര്യവും എനിക്ക് നടന്നില്ലെങ്കിലും നിന്നെ സ്നേഹിക്കാനും നിന്നിൽ ആനന്ദിക്കാനുള്ള കൃപ എനിക്ക് തരണേന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാലോ? ഈശോ അനുഗ്രഹിക്കട്ടെ.